لله كفى وسلام على عباده الذين اصطفى أما بعد. عن جابر بن عبد الله رضي الله تعالى عنهما قال قال رسول الله صلى الله عليه وسلم: أيها الناس اتقوا الله وأجملوا في الطلب فإن نفسا لن تموت حتى تستوفي رزقها وإن أبطأ عنها فاتقوا الله وأجملوا في الطلب خذوا ما حل ودعوا ما حرم. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടുക, അവനോട് നന്നായി തേടുകയും ചെയ്യുക. ഒരാത്മാവും അതിന് നിശ്ചയിച്ചിട്ടുള്ള വിഭവങ്ങൾ, അതായത് റിസ്ഖ് പൂർത്തീകരിച്ചിട്ടല്ലാതെ മരണപ്പെടുകയില്ല. അത് പതുക്കെയാണെങ്കിലും ശരി, അതിൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, തേട്ടം നന്നാക്കുകയും ചെയ്യുക. നിങ്ങൾക്കവൻ അനുവദിച്ചവ സ്വീകരിക്കുകയും വിലക്കിയവ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇബ്നു മാജ. ഐഹിക ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവന്റെ ഉപജീവനം അന്വേഷിക്കുന്ന കാര്യത്തിലാണ്. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ മനുഷ്യൻ ചെയ്യാറുണ്ട്. എത്ര ദൂരം വേണേലും, എത്ര പ്രയാസങ്ങൾ വേണമെങ്കിലും അതിനുവേണ്ടി അനുഭവിക്കുകയും അതിനുവേണ്ടി ത്യജിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഉപജീവനം തേടുന്നതിനായി ഓരോ മനുഷ്യനും നെട്ടോട്ടം ഓടുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവാണ് എനിക്ക് ഉപജീവനം നൽകുന്നത്. ആ ഒരു കാര്യം ഒരിക്കലും മനുഷ്യൻ തൻ്റെ മനസ്സിൽ നിന്നും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അവന് ഉപജീവനം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിൻ്റെതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖജനാവുകൾ. ഈ വിശുദ്ധ വചനങ്ങളൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വചനങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് ഏകനായ അല്ലാഹുവാണ് ഒരു മനുഷ്യന് ഉപജീവനം നിശ്ചയിക്കുന്നതും അത് നൽകുകയും ചെയ്യുന്നത് എന്നാണ്. അതിനാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു, അവൻ ഉദ്ദേശിച്ചവർക്ക് ആ ഉപജീവനം തടയുകയും ചെയ്യുന്നു. ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കാരണങ്ങൾ സൗകര്യപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രയാസകരമാക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞതാണ്. മറ്റൊരു വചനത്തിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: ആദമിന്റെ സന്തതി മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിൽ മരണം അവനെ പിടികൂടുന്നത് പോലെ അവന്റെ ഉപജീവനം അവൻ നേടുക തന്നെ ചെയ്യും. എത്രമാത്രം മനുഷ്യൻ അതിൽ നിന്നും മാറിപ്പോയാലും, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട ഉപജീവനം തീർച്ചയായും ഏത് വഴിയിലൂടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് അവന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. ശൈഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു അവന്റെ അടിമകളുടെ ഉപജീവനം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ഉപജീവനം ഏറ്റെടുത്തതായിട്ടല്ലാത്ത ഒരു ജീവിയും ഇല്ല. അതുകൊണ്ട് തന്നെ അടിമ തന്റെ കാര്യങ്ങൾ റസാഖായ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയും റിസ്ഖ് അവന്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിട്ട് ഒരാളും തനിക്ക് നിശ്ചയിച്ച ഉപജീവനം മുഴുവനായി ലഭിക്കാതെ മരിക്കില്ല എന്നവൻ മനസ്സിലാക്കിക്കൊണ്ടിട്ട് തന്റെ ദീനിന് കോട്ടം സംഭവിക്കുമ്പോഴല്ലാതെ അവൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അർ-റസാഖ് എന്ന് പറയുന്നത്. അതായത് ഉപജീവനം നൽകുന്നവൻ എന്നുള്ള അർത്ഥം വരുന്ന ആ വിശിഷ്ടമായ പദം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ ഉപജീവനങ്ങൾ നൽകുന്നത് എന്ന് പ്രതീക്ഷിച്ച്, എന്ന് മനസ്സിലാക്കി 100 പ്രതീക്ഷകളോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചായിരിക്കണം ഓരോ മനുഷ്യനും തൻ്റെ ഉപജീവനത്തിനായി ഇറങ്ങി പുറപ്പെടേണ്ടത്. താൻ ഉദ്ദേശിച്ചത് ലഭിക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് കയ്യിൽ വന്നത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിന്റെ പേരിൽ ഖേദിക്കേണ്ട എന്നാണ് വചനങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകാൻ ഉദ്ദേശിച്ച ഉപജീവനമായിരുന്നില്ല. ആയിരുന്നെങ്കിൽ അത് ഏത് രീതിയിൽ കൂടിയും
നീ പോലും അറിയാതെ നിന്റെ കയ്യിൽ വന്ന് എത്തുന്നതാണ് എന്നാണ് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലായി പൂർണ്ണമായ ഈമാനോടുകൂടി ജീവിച്ച് എല്ലാം അള്ളാഹുവിൽ നിന്നും സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തൃപ്തിയോടുകൂടി ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.